പിന്നെ എപ്പോഴും പറയുന്ന ഒരേ കാര്യം പോലെ വിഷമം പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഒരു ഷോട്ട് എടുത്തു. അമ്മ എനിക്ക് ആരുമില്ല, എന്നെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ എനിക്കത് കേട്ടപ്പോഴത്തേക്കും വിഷമമായി. കാരണം അമ്മൂമ്മ ആരുമില്ല എന്ന് പറയുന്നത് അപ്പൂപ്പം പോയോണ്ട് അമ്മൂമ്മക്ക് കൂട്ടിന് ആരുമില്ല. കാരണം അമ്മൂമ്മക്ക് ജോലിക്ക് നിൽക്കിയ ആളുണ്ട്. പിന്നെ അമ്മൂമ്മേനെ സിന്ധുമ്മയുടെ വീട്ടിലൊക്കെ കൊണ്ടുപോയി നിർത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം അമ്മൂമ്മക്ക് OCD എന്ന് പറഞ്ഞ സാധനം ഉള്ളതാണ്. അപ്പൊ അമ്മൂമ്മക്ക് അമ്മൂമ്മയുടെ രീതിയിലൊക്കെ വീട് വൃത്തിയാക്കാൻ ഉള്ള രീതിയിലൊക്കെ ഉണ്ട്. അപ്പൊ അമ്മു പറഞ്ഞ ആ കാര്യം സത്യമാണ്, അമ്മൂമ്മക്ക് OCD ഉണ്ട്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ജനിച്ചു വീണതേ അമ്മൂമ്മയുടെ അടുത്താണ്. അപ്പൊ അമ്മൂമ്മക്ക് പണ്ട് തൊട്ടേ ഈ അസുഖം ഉണ്ടായിരുന്നു. എനിക്ക് അതുകൊണ്ട് അത്രയും വലിയ കുഴപ്പമില്ല. അത് മാത്രമല്ല, ഞാൻ ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്തപ്പോൾ മറ്റേ സ്പെഷ്യൽ നീഡ്സ് ആയ പ്രായമുള്ള ആൾക്കാരോട് വർക്ക് ചെയ്തതിന് ശേഷം സത്യം പറഞ്ഞാൽ അമ്മൂമ്മയുടെ OCD ഒക്കെ ഒന്നുമല്ല. അവിടെ നിന്ന് പിച്ചും മാന്തും അവരുടെ പാമ്പർ മാറ്റും അതെല്ലാം ചെയ്തിട്ട് വരുമ്പോൾ അമ്മൂമ്മയുടെ ഈ OCD ഒക്കെ എനിക്കൊരു വലിയ കാര്യമായിട്ടേ തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് അമ്മൂമ്മയ്ക്ക് കൂടെ അപ്പൂപ്പനില്ല എന്ന് അമ്മൂമ്മ പറയുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ആ വീഡിയോയില് സിന്ധുമ്മയുടെ ഫാമിലിയോ എന്റെ കസിൻസിനെയോ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോ ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അത് മൊത്തവും കഥ കറക്കി അത് അവരെ അഗേൻസ്റ്റ് നെഗറ്റീവ് ആക്കി ഞാൻ ആ കമന്റ് സെക്ഷൻ ഓഫ് ചെയ്തതിന്റെ കാരണം ഞാൻ പറയാം. കമന്റ് സെക്ഷൻ ഓഫ് ചെയ്തത് എന്താ വെച്ചാൽ എനിക്ക് സമയത്ത് ആർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് ഞാൻ ഇവിടെ 100 തിരക്കിലായിരുന്നു. നമുക്കിവിടെ കുക്ക് ചെയ്യാനോ ക്ലീൻ ചെയ്യാനോ ഉള്ള ഒരു സാധനവും നമുക്ക് ആവശ്യമുള്ളതില്ല. ഞാൻ സ്കൂളിൽ കൊണ്ട് സ്നാക്സ് ഇല്ലായിരുന്നു. അങ്ങനെ കുറെ അവരാരും കുറ്റപ്പെടുത്തിയതല്ല. അത് മാത്രമല്ല, അമ്മൂമ്മ അപ്പൊ മരിച്ചതിന് ശേഷം ഒരു വീഡിയോസിൽ ഇല്ലായിരുന്നു. ഓൾറെഡി അതൊരു വാർത്തയായി വരുമായിരുന്നു. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല അത് ഇത്രയും വലിയ ഒരു കുത്തിത്തിരിപ്പായിരിക്കുമെന്ന്. ഞാൻ ആകെ പറഞ്ഞത് അമ്മൂമ്മയ്ക്ക് ആരും ഇല്ല എന്ന് പറഞ്ഞുള്ള വിഷമം പറഞ്ഞ് എന്നെ ടെൻഷനാക്കി അപ്പൂപ്പന് മരിച്ച്. പിന്നെ അതിനുശേഷം ഞാൻ പൊരുതിടാം. അമ്മൂമ്മ ഇതേപോലെ സ്കാനും കാര്യങ്ങളും അയച്ചിട്ട് എന്നെ വിഷമിപ്പിക്കുമായിരുന്നു. അപ്പൊ അത് കാണുമ്പോൾ ഒന്നാമത് ഞാൻ ഡെലിവറിയും കഴിഞ്ഞ് നിൽക്കുക. പ്രഗ്നൻസി ടൈമിലും എനിക്കിത് ഭയങ്കര സ്ട്രെസ് ആയിരുന്നു. അമ്മൂമ്മ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ പറയാലോ, സത്യം പറയാലോ, ഞാൻ അമ്മൂമ്മയുടെ കൂടെ വളർന്നത്. അപ്പോൾ ഈ വീട് തൂക്കുന്നതും തുടയ്ക്കുന്നതും ഈ പാത്രങ്ങൾ എല്ലാ കാര്യം അമ്മൂമ്മയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നെ അടുക്കള എനിക്ക് ആഹാരം വെക്കാൻ അറിയത്തില്ല. നിങ്ങൾ എന്റെ വ്ളോഗ്സ് കണ്ടു കാണും. എല്ലാ വീഡിയോയിലും യോജിയ ഫുഡ് വെക്കുന്നത് എന്നെ അവർ അതുപോലെ പൊന്നുപോലെ നോക്കി. ഇപ്പൊ സിന്ധുമ്മയുടെ ഫാമിലിയിലും എന്റെ കസിൻസിനെ ഒന്നും അമ്മൂമ്മ അങ്ങനെ നോക്കിയിട്ടില്ല. എന്നെ നോക്കിയിട്ടുള്ളൂ. ബിക്കോസ് എന്റെ അമ്മ എന്നെ നോക്കിയിട്ടില്ല. അപ്പോ ആഹാര വ്ളോഗിൽ എന്റെ അമ്മേനെ കുറിച്ച് പൊക്കി എനിക്കൊന്നും അറിഞ്ഞൂടാ. അവരോട് അങ്ങനെയാ പെരുമാറി. ബിക്കോസ് അവർ ഫേമസ് ആണ്. അതുകൊണ്ട് അവരോട് അങ്ങനെയാ പെരുമാറുന്നത്. കുഞ്ഞിലേ തൊട്ടേ നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അമ്മൂന് മാത്രമേ ഫേവർ ചെയ്യത്തുണ്ടായിരുന്നുള്ളൂ. എന്നെ ഒരു കാര്യത്തിന് എന്നെ പട്ടിയെ പോലെയാണ് നോക്കിയത്. ഞാൻ എല്ലായിടത്തും എന്റെ അമ്മ എന്നെയും കൊണ്ടുപോകാമോ എന്ന് പറഞ്ഞ് കരഞ്ഞ കുട്ടിയാണ് ഞാൻ. എനിക്കറിഞ്ഞൂടെ എന്റെ കാര്യം പോലെ അല്ലല്ലോ അവർ ബാക്കിയുള്ളവരോട് പെരുമാറുന്നത്. കല്യാണം എത്രയോ പേര് ഞാൻ ക്യാൻറ്റീനിൽ കണ്ടിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞവർ എന്ന് വെച്ചാൽ അവരുടെ കൊച്ചുങ്ങൾ 3 ഇപ്പൊ ഞാൻ സ്റ്റെപ്പ് കൊച്ചായിട്ട് വന്നാൽ പോലും ഞാൻ അവരെന്റെ സ്റ്റെപ്പ് ബ്രദേഴ്സ് ആണെങ്കിലും ദേ ആർ സ്റ്റിൽ മൈ സിബ്ലിങ്സ്. അവരെ നോക്കണ പോലെയല്ലേ എന്നെ നോക്കേണ്ടത്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ ബാംഗ്ലൂർ എന്റെ അമ്മേനെ വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ പറഞ്ഞു, ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നീ പറയണേ നീ ഒരു ചേച്ചിയുടെ മോളാണെന്ന്, എന്റെ മോളാണെന്നൊന്നും പറയല്ലേ, ആർക്കും അറിയത്തില്ല ഞാൻ സെക്കൻഡ് മാരേജ് ആണെന്ന്. ഇങ്ങനെയൊക്കെ ഒരു സ്വന്തം മോളുടെ മുഖത്ത് നോക്കി പറഞ്ഞ ഒരു സ്ത്രീയാണ് അത്. ഓക്കെ, അവിടെയും ചാറ്റ് പ്രൂഫ് എൻ്റെ ഉണ്ട്. ഞാൻ എന്റെ ഡെലിവറിയുടെ അന്ന് പോലും എന്നോട് പറഞ്ഞ്, നീ ഈ വീട്ടിൽ വന്ന് നിന്നാൽ നീ നശിച്ചു പോകും, ഈ ശപിച്ച വീട്ടിൽ വന്ന് നിന്നാൽ നീ നശിച്ചു പോകും, നിനക്കൊന്നും കിട്ടാൻ പാടില്ല, നിനക്ക് കിട്ടുന്ന നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതെല്ലാം എല്ലാ സാധനവും അത് നീ എല്ലാവരോടും ഷെയർ. എനിക്കൊരു കല്യാണം പോലും ഇല്ലായിരുന്നു. എന്റെ ഇരുന്ന സ്വർണ്ണം എല്ലാം എന്റെ അമ്മ വിറ്റ് അത് കാശാക്കിയിട്ട് അവസാനം എന്റെ പേരിൽ 1 ലക്ഷം ഉണ്ടായിരുന്ന പോലും അന്ന് വന്ന് പകുതി എടുത്തോണ്ട് പോയി. ഞാൻ എന്റെ അമ്മ എന്തിനാ എന്നെ കൊണ്ട് കുടിപ്പിച്ചെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അതേപോലെ ഇഷ്ടംപോലെ എന്റെ സ്വർണ്ണങ്ങളെല്ലാം അവരെ വിറ്റ്. ഞാൻ ഒന്നും വേണ്ടിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മൂശിയുടെ കല്യാണത്തിൽ വന്നപ്പോൾ എനിക്ക് ഒരു സ്വർണ്ണം പോലും ഇല്ല. ഞാനിപ്പോ നിങ്ങളോട് കള്ളം പറയേണ്ട ആവശ്യം, ഈ കമ്മലുണ്ടോ, ഇത് ഗോൾഡ് പോലും അല്ല. എന്റെ കാലം അത് വീണിക്കാനേ പോയി 2024 ഊരി വീണതാണ്. എനിക്ക് കാത് ഇടാൻ പോലും ഒരു കമ്മൽ കൂടി മേടിക്കാനുള്ള സമയമില്ലായിരുന്ന സാഹചര്യം. ഇത് ഏതൊരു ഡ്യൂപ്ലിക്കേറ്റ് കമ്മലാണ്. അത് അടയാതിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോ എന്റെ അമ്മേനെ അത്രയും പൊക്കി പറഞ്ഞതിന് എനിക്ക് പറയാനുണ്ടല്ലോ. എന്റെ എല്ലാ മെസ്സേജ് ചാറ്റും ഉണ്ട്. അപ്പൊ എനിക്ക് ഇതൊന്നും പബ്ലിക്കലി ഇടാൻ താല്പര്യമില്ല. പക്ഷെ ഇത്രയും പൊക്കി പറയുമ്പോൾ നമ്മളും പറയണ്ടേ. അപ്പൂപ്പൻ മറ്റേ ദുബായിലൊക്കെ കയറിപ്പോയി പൈസയൊക്കെ ഉണ്ടായി. അപ്പൂപ്പൻ അതിലൊന്നും ഗതിയൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അപ്പൂപ്പൻ ഓരോ മുട്ട് സൂര്യന് മുതൽ പോലും എടുത്ത് സേവ് ചെയ്ത് വെക്കും. അങ്ങനെയുള്ള ഒരാളാണ്. അപ്പൊ അമ്മൂമ്മയും അപ്പൂപ്പനും ഒരുമിച്ച് അവർ ഭയങ്കര പാവപ്പെട്ട സ്ഥലങ്ങളിൽ വരുന്നവർ. അപ്പൊ അവർക്ക് ഒരു സ്ഥലം പോലും കളയാൻ ഇഷ്ടമില്ല. അപ്പൊ അവർ കുറെ സാധനങ്ങൾ കൂട്ടി വെക്കുന്ന ഒരു ശീലമുണ്ട്. പക്ഷെ ഞാൻ അമ്മൂമ്മയ്ക്ക് ഞാൻ എന്ത് പറഞ്ഞാലും അമ്മൂമ്മ ഓക്കെയാണ്. ബിക്കോസ് ഞാൻ അമ്മൂമ്മയോട് എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ എനിക്ക് അമ്മയായിട്ട് ഒരു ക്ലോസ്നെസ്സും ഇല്ല. എന്റെ അച്ഛനുമായിട്ട് ഞാൻ നല്ല ക്ലോസ് ആയിരുന്നു. പക്ഷെ എന്റെ അച്ഛനുമായിട്ട് ഞാൻ 3 വർഷം മാത്രമേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ ശരിക്കുമായിട്ട്. ഞാൻ ജനിച്ച കുഞ്ഞായിരുന്നപ്പോഴും എന്റെ കാര്യങ്ങളെല്ലാം നോക്കി. എന്റെ ഒരു പാമ്പർ പോലും എന്റെ അമ്മ മാറ്റിയിട്ടില്ല. എന്റെ പോട്ടി വരെ എടുത്തത് എന്റെ അമ്മയാണ്. എന്നെ സ്കൂളിൽ കൊണ്ടുപോയതാണെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോയതാണെങ്കിലും മുടി വെട്ടാൻ കൊണ്ടുപോയതാണെങ്കിലും എല്ലാ അപ്പൂപ്പനും അമ്മയാണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പൊ അവരോട് എനിക്ക് നന്ദികൾ കാണിക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ അമ്മൂമ്മയും സിന്ധുമ്മയും അമ്മും വേറെ ആരും ആയിട്ടും അമ്മൂമ്മയ്ക്ക് പ്രശ്നമില്ല. ഇവർ രണ്ടുപേരും തമ്മിൽ എന്തൊക്കെയോ അടിയായി. അതെന്താന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടെ. ഞാൻ എവിടെ ഇല്ലായിരുന്നു, അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. അപ്പം അമ്മൂമ്മ അഥവാ അവരുമായിട്ട് അടിയായെങ്കിലും ഞാനുമായിട്ടൊരു പ്രശ്നമില്ലായിരുന്നു. അതേപോലെ സിന്ധുമ്മയുടെ ഫാമിലിയായിട്ട് ഞാനായിട്ടൊരു പ്രശ്നമില്ലായിരുന്നു. സോ ഇവർ രണ്ടുപേരും ഇടയ്ക്ക് പെട്ടുപോയത് ഞാൻ.
അപ്പോ ഇവര് അപ്പൂപ്പന് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇല്ലെന്ന് ഞാൻ നിങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നതാ. അമ്മൂമ്മ ആരുമില്ല എന്ന് പറഞ്ഞ് കരയുന്നത് അപ്പൂപ്പൻ മരിച്ചോണ്ട് ഞാൻ ഇവിടെ കൂടെ വരാൻ വേണ്ടി പറഞ്ഞു. അതിന് എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അത്രേ ഉള്ളൂ കാര്യം. ഇത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇത് നിങ്ങൾ കറക്കി തിരിച്ച് സിന്ധു കൃഷ്ണ അവിടെ അമ്മേനെ നോക്കുന്നില്ല, അവിടെ തന്മയുടെ അമ്മ അവരെ നോക്കുന്നില്ല, അവർ നോക്കുന്നില്ല. പക്ഷെ ഇപ്പൊ ശരിക്കും അവർ നോക്കുന്നില്ല. അതാണ് സത്യാവസ്ഥ എന്ന് വെച്ചാൽ അമ്മൂമ്മേനെ ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അമ്മൂമ്മ പ്രശ്നമാണ്. ഇവർക്കൊക്കെ അപ്പൂപ്പനെയാണ് കൂടുതൽ ഇഷ്ടം. അമ്മൂമ്മേനെ അത്രയും താല്പര്യമില്ല. അങ്ങനെ കാരണം അമ്മൂമ്മയ്ക്ക് എപ്പോഴും ഞാനാണ് വലുതെന്ന് പറഞ്ഞ അമ്മൂമ്മേന്റെ എല്ലാ കാര്യവും നോക്കുമായിരുന്നു. സോ ബേസിക്കലി അതൊന്നും അവർക്ക് ഇഷ്ടമല്ല. ബിക്കോസ് എന്നെ മാത്രമേ കൊച്ചുമോളെ മാത്രമേ നോക്കുന്നുള്ളൂ എന്നുള്ള പരാതിയാണ്. കാരണം അമ്മൂമ്മ നോക്കുമ്പോൾ എന്റെ അച്ഛനില്ല, എനിക്ക് അച്ഛനില്ല. അമ്മയാണെങ്കിൽ അമ്മയുടെ കാര്യം നോക്കിപ്പോയി. എന്നെ ഞാൻ ചെന്നൈയിൽ നിന്നപ്പോൾ പോലും ഞാൻ എന്റെ അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ ചെന്നൈയിലാണ് വന്ന് നിന്നപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്റെ മനസ്സിൽ വരെ വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെ എന്റെ അച്ഛനെ വരെ ഞാനങ്ങ് ചത്തിരുന്നെങ്കിൽ ഞാനിത് മുമ്പ് പറഞ്ഞിട്ടും തോന്നുന്നു, ചത്തിരുന്നെങ്കിൽ രണ്ടുപേരുടെ ഫാമിലിക്ക് ഞാൻ ഒരു ബുദ്ധിമുട്ടാവത്തില്ല. ഒരു കൊച്ചായിട്ട് ഇരിക്കുന്ന ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ എന്റെ മനസ്സിൽ വെച്ച് വിചാരിക്കുന്ന ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം അത്രയും ആരും ഇല്ലാതിരുന്ന സമയത്താണ് എന്റെ അപ്പൂപ്പനും അമ്മൂമ്മ എന്നെ എടുത്ത് വളർത്തിയത്. അവരോട് എനിക്ക് നന്ദി കേട് കാണിക്കാൻ പറ്റുമോ? ഇവര് തമ്മിൽ അടിയായി, ഓക്കെ. അപ്പൊ ഞാനും അമ്മൂമ്മയായിട്ട് പറയുന്നു, അമ്മൂമ്മ എന്തോ അമ്മൂമ്മയ്ക്ക് OCD ഉണ്ട്, ഈ ആൾക്കാർ വന്നു പോകണം, എന്തോ അമ്മൂമ്മ എന്ന് പറയും. ഞാനും അമ്മൂമ്മേനെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാല് ഇപ്പൊ പുതിയതായിട്ട് ഞാൻ വന്നതിന് ശേഷം ഒരു സ്ത്രീ വന്നു. അവര് വന്ന് ജോലിക്ക് ഇങ്ങനെ നിന്നു. ഞാൻ ചേച്ചി എന്നാ വിളിച്ചുകൊണ്ടിരുന്നത്. നമ്മള് 2 ദിവസം അത് മാത്രമല്ല അമ്മൂമ്മയുടെ കസിൻ ഉണ്ടായിരുന്നു ഗിരിജ വല്യമ്മ എന്ന് പറഞ്ഞിട്ട് അവരും വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. ഈ വീട്ടിലെ പകുതി പണി ഞാനാണ് ചെയ്തത്. ഈ ചേച്ചിയെ കൊണ്ട് മെയിൽ വരെ ഞാൻ ഒരു ദിവസം 8 to 4 മണി വരെ നിൽക്കുന്ന ആളാണ്. അതിന് 8 മണിക്ക് വരാനുള്ളവര് 9 മണിയായിട്ടാണ് വരുന്നത്. ഓക്കെ, പോട്ടെ, നമ്മൾ അമ്മൂമ്മ പോട്ടെ. അവര് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ആവശ്യം ഈ 8 മണി എന്നുള്ള ഡെയിലി 8:45, 9 എന്നിട്ട് അവർക്ക് 4 മണിക്ക് പോകണം 3. പക്ഷെ ഈ സാലറി അവര് ഈ കൊടുക്കുന്നതെന്ന് വെച്ചാൽ 8 to 4. അപ്പൊ നിങ്ങളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുമെന്ന് വെച്ചോ, 8 to 4 മണി വരെയാണ് ജോലി. നിങ്ങൾക്ക് 2 മണിക്ക് ജോലി ചെയ്യും, നിങ്ങൾ 2 മണിക്ക് ഇറങ്ങി പോകാൻ പറ്റും? ഇല്ലല്ലോ. അതേപോലെയാണ് ഈ ക്ലീനിങ് ജോലിയാണെങ്കിലും എന്ത് ജോലിയാണെങ്കിലും. അപ്പോൾ എന്നിട്ട് 500 ഒരു ദിവസം എന്താ കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ അറിയാതെ അമ്മൂമ്മ എക്സ്ട്രാ 50 രൂപ ഗ്യാസിന് വരെ കൊടുത്തു. ഞാൻ അമ്മൂമ്മനെ വഴക്ക് പറഞ്ഞു, അമ്മൂമ്മ ഒന്നാമത് പൈസ ഇല്ലാത്ത സമയം എന്തിനാ ഇങ്ങനെ ആവശ്യമില്ല അമ്മ മക്കളെ, അവർക്ക് ഒരു 50 രൂപ ഗ്യാസിനെങ്കിലും ആവട്ടെ. അമ്മൂമ്മ എളുപ്പമാണ്, ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഈ കാനഡയിൽ നിന്ന് കെയർ ഹോമിൽ സ്പെഷ്യലൈസ് നീഡായിട്ടുള്ള ആൾക്കാരോട് നിന്ന് അവരെ നോക്കി അവരുടെ അടിയും മാന്തക്കവും തെറിയും എല്ലാം കേട്ട് അവിടെ പാമ്പർ വരെ മാറ്റിയാണ് ഞാൻ PR മേടിച്ചത്. അതുകൊണ്ട് എനിക്ക് ആ PR കളഞ്ഞു വരാൻ സത്യം പറഞ്ഞാൽ താല്പര്യമില്ലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു, ഓക്കെ, എനിക്ക് അവിടുത്തെ ലൈഫ് അത്ര സെറ്റ് ആവുന്നില്ല എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ യോജി ഒരുമിച്ചതിന് ശേഷം എനിക്ക് ഒറ്റ ഇൻകം എനിക്ക് അങ്ങനെ എല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ ഞാൻ യോജി ഒരുമിച്ചതിന് ശേഷം യോജിയുടെ PR കാര്യങ്ങളും എല്ലാം ഓക്കെ ആയതിനു ശേഷം നമുക്ക് 2 പേർക്കും ഇൻകം ഉണ്ടെങ്കിൽ അവിടെ ഒരു കുഴപ്പമില്ലാതെ സുഖമായിട്ട് ജീവിക്കാം. അതായിരുന്നു നമ്മുടെ പ്ലാൻ. നിർബന്ധിച്ചിട്ടാണ് ഞാൻ, അശ്വിൻ എസ്പെഷ്യലി അത്രയും എന്നെ നിർബന്ധിച്ചിട്ട് ഇത് ഇങ്ങനെ ചെയ്യണം, ടാബിൽ ഇങ്ങനെ ചെയ്യണം, ഇന്ന പാട്ട് ഇങ്ങനെ ചെയ്താൽ ഇത്ര റീൽസ് ഉണ്ട്, ഇത്രയും. എനിക്കന്ന് പറഞ്ഞു യൂട്യൂബ് സ്റ്റുഡിയോ ഒരു സാധനം എന്താണെന്ന് എനിക്കന്ന് അറിയത്തില്ല. ഞാൻ പണ്ട് യൂട്യൂബിന്റെ അക്കൗണ്ട് എന്തോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. അന്നൊക്കെ എനിക്ക് ഇത്ര 40,000 വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു പണ്ടിടുന്ന വീഡിയോസ് ഒന്ന്. അന്നൊന്നും ഇവരാരും സഹായം ഒന്നും ഉണ്ടായിട്ടൊന്നും അല്ല ഞാൻ ഇട്ടത്. പിന്നെ ഇവരുടെ കൂടെ ഞാൻ ഓരോ വ്ളോഗ്സിൽ എന്റെ കസിൻസ് ആയിട്ട് ഇടും. ഇപ്പൊ അവർ ഇച്ചിരി ഫേമസ് ആണെന്ന് വെച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എന്റെ കസിൻസ് ആയിട്ട് വീഡിയോ ഇടുന്നു. അപ്പൊ അവർ ഫേമസ് ആണെങ്കിൽ അവർ ആ വീഡിയോയിൽ കണ്ടിട്ട്, അല്ലാതെ ഇവർ ഫേമസ് ആയിട്ട് ഇവിടെ കൂടെ പോയി ഞാൻ നിന്ന് വീഡിയോ ഒന്നും എടുത്തല്ല. നിങ്ങളുടെ കസിനോട് നിങ്ങൾ വീഡിയോസ് എടുക്കാറില്ല, ഫോട്ടോസ് ഇടാറില്ലേ? അതേപോലെ ഞാൻ ചെയ്തു. അവര് ഫേമസ് ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ യൂട്യൂബ് എന്നെ മെയിൻലി ഹെൽപ്പ് ചെയ്തത് ഓസിയാണ്. അതെനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. അമ്മൂമ്മയുടെ കുറെ കാര്യങ്ങൾ ഞാൻ കാനഡ പോകുന്നവരെ അമ്മൂമ്മയുടെ എല്ലാ കാര്യങ്ങളും ഞാനാണ് നോക്കിയത്. അതിനുശേഷം സിന്ധുമ്മ അമ്മൂമ്മയുടെ കാര്യങ്ങൾ കുറെ നോക്കിയായിരുന്നു. പിന്നെ അവരെ അടിച്ച് തെറ്റിപ്പിരിഞ്ഞു. എന്നോട് പറഞ്ഞു, സിന്ധുമ്മ പറഞ്ഞു, നീ നാട്ടിൽ വന്നിട്ട് അവിടെ കാര്യം എന്താണെന്ന് വെച്ചാൽ നോക്ക്, ഇനി അവർ അടുത്ത 20 വർഷം ജീവിക്കുകയാണെങ്കിൽ നീ അവിടെ കാര്യം നോക്കും ചോദിച്ചു. അതിന്റെ ചാട്ടൊക്കെ എന്റെ ഇരിപ്പുണ്ട്, എനിക്കതൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു, അവർ ഇനി അടുത്ത 20 വർഷം ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത 20 വർഷം അവർ നോക്കും. ഓക്കെ. കാരണം ഞാൻ എന്റെ മനസ്സിൽ വേറൊരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ കാനഡ വിട്ട് നാട്ടിൽ വരെ അമ്മൂമ്മയുടെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാൻ. എനിക്ക് ദുബായിൽ, എനിക്ക് എന്റെ അമ്മയായിട്ട് ഞാൻ ക്ലോസ് അല്ല. എനിക്ക് അവിടെ 2 അനിയന്മാരുണ്ട്. അവരെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് അവരുമായിട്ട് ആ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. എന്റെ അമ്മ സമ്മതിക്കില്ല. അതല്ലാതെ എനിക്ക് ദുബായിൽ 3 അനിയന്മാരുണ്ട്. എന്നെ എപ്പോഴും വിളിക്കുന്നത് 3 അനിയന്മാരും എന്നെ കാണണമെന്നും എന്നോട് സംസാരിക്കണമെന്നും എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഒന്നുമില്ലെങ്കിൽ ഞാൻ ദുബായിലെങ്കിലും പോയി അവരുമായിട്ട് അവിടെ സെറ്റിൽ ആവും. ഇതായിരുന്നു എന്റെ 2ാമത്തെ പ്ലാൻ. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പേ എനിക്ക് കാനഡയിൽ സെറ്റിൽ ആവാൻ പറ്റില്ല എന്ന് ഞാൻ ആദ്യം വിചാരിച്ചെന്ന് വെച്ചാൽ, എനിക്ക് ഒറ്റയാൾക്ക് ഇങ്ങനെ അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ആരും ഇല്ലാതെ ഒരു ജീവിതം എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച് ഇപ്പൊ ഈ ഡിവോഴ്സ് ഒക്കെ ആവുകയാണെങ്കിൽ നാട്ടിൽ വന്നിട്ട് ആരെങ്കിലും ഒക്കെ കല്യാണം കഴിക്കാൻ നമുക്കായിരുന്നു പ്ലാൻ. അതിന്റെ ഇടയ്ക്കാണ് ലിയാന്റെ കാര്യം പറഞ്ഞ് വേണ്ടിയാണ് നമ്മൾ വീണ്ടും ഒരുമിച്ചത്. ഇത് എന്റെ കൊച്ചിന് വയ്യാന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ കള്ളമാണെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ഞാൻ ആരെയും പേടിച്ചിട്ടൊന്നും അല്ല സെക്കൻഡ് വീഡിയോ എടുത്തത്. ഞാൻ അത്രയും ടയർഡായിരുന്നാണ് ആ വീഡിയോ എടുത്തത്. കാരണം എനിക്ക് ഉറക്കമില്ല.
ഇപ്പോഴാണ് കുറച്ചൊന്ന് ഉറങ്ങി വരുന്നത്. ഈ മോള് ഇത് അവളിപ്പോഴും ഞാൻ അവളൊക്കെ ഇറത്തി ഉറക്കിയത് അവളെന്റെ കയ്യിൽ നിന്ന് ഉറങ്ങിയ കൊച്ചു ഇതാ ഇപ്പൊ കൈ ആട്ടിക്കൊണ്ടിരിക്കുന്നത്. അവൾക്കും സമയങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. കാനഡയിൽ ജനിച്ച് വളർന്ന കൊച്ചാണ് അവള്. അപ്പൊ എല്ലാം നമ്മൾക്ക് സെറ്റാക്കി വരണ്ടേ. ഞാൻ ഇപ്പോ തന്നെ ഞാൻ ഇവിടെ ഓരോ ദിവസവും 700-800 ഗ്രാം വീതം എന്റെ വെയിറ്റ് കുറയുന്നത്. അപ്പം അത്രയ്ക്കും ഓരോ കാര്യങ്ങളും പണിയും ഉറക്കവും ഇല്ലാതെ ആഹാരം കഴിക്കും. ഇപ്പൊ സമയം എത്രയായി? 5:30. ഇതുവരെ ഞാൻ ലഞ്ച് പോലും കഴിച്ചിട്ടില്ല. കാരണം ഈ ഫ്രിഡ്ജ് വെക്കാൻ ആള് വന്നു, നമ്മൾ എയർ ഫ്രയർ മേടിച്ച്, മൈക്രോവേവ് മേടിച്ച്, ഇതെല്ലാം കൊണ്ടുപോയി താഴെ വെക്കാൻ ആള് വന്ന്, പിന്നെ ഇവിടുത്തെ വെള്ളത്തിന്റെ സിസ്റ്റം കൊള്ളില്ല. അപ്പം കൂടെ ഓരോരോ കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. പിന്നെ ഈ കമന്റ് സെക്ഷനിൽ ഒരു സമയത്ത് നിങ്ങൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിട്ട് പറയാം, അടുത്ത സെക്കൻഡ് നിങ്ങൾ എല്ലാവരും ഭയങ്കര നെഗറ്റീവായിട്ട് പറയാം. അവരെ കുറിച്ച് നെഗറ്റീവായിട്ട് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻലി കമന്റ് സെക്ഷൻ ഓഫ് ചെയ്തത്. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എനിക്ക് എല്ലാം ഡിലീറ്റ് ചെയ്യാനുള്ള സമയമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഓഫ് ചെയ്തത്. പിന്നെ അത് കമന്റ് സെക്ഷൻ മൊത്തം തലതിരിഞ്ഞ് എന്നെ കുറിച്ചുള്ള കുറ്റമായിരുന്നു. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. എന്നെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇഷ്ടം പോലെ പറഞ്ഞു. എനിക്ക് വേണമെങ്കിൽ ഇന്നലെ രാത്രി വ്ളോഗ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്ന എന്നെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും വെച്ചാൽ പറഞ്ഞു. എനിക്കത് കുഴപ്പമൊന്നുമില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. എന്റെ അമ്മൂമ്മ എന്നെ വിളിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു ക്ലിപ്പ് ഇടാം. എന്റെ മക്കള് അമ്മ എന്നെ കാനഡ വിളിച്ചു വരുത്തിയത് എന്തിനാണ് എന്ന് പറ. കാനഡയിൽ നിന്ന് ആ കൊച്ചിനെ ഞാൻ വിളിച്ചു വരുത്തിയത് സത്യത്തിൽ എന്നെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചു വരുത്തിയത്. ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് ആ കൊച്ചു വന്നത്. അതിന്റെ അപ്പൂപ്പൻ മരിക്കുന്നതിന് മുമ്പേ അതിന്റെ അപ്പൂപ്പനെ പറഞ്ഞ, മക്കളെ നീ ഇഞ്ഞു വാ, ഞങ്ങളെ രണ്ടുപേരെയും നോക്കണം, നീ ഇഞ്ഞു വാ. പക്ഷെ അപ്പൂപ്പന്റെ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ടായിരുന്നല്ലോ. എന്റെ ഭർത്താവിന്റെ കാര്യങ്ങൾ സിന്ധു നോക്കുമായിരുന്നു. പക്ഷെ എന്റെ ഒരു കാര്യം അവള് നോക്കാറില്ല. അമ്മൂമ്മേനെ കുറെ വർഷങ്ങൾ നോക്കി. എന്നെ വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയിട്ടുണ്ട്. വർഷങ്ങൾക്കെന്ന് വെച്ചാല് ഒരു 3 കൊല്ലത്തിന് മുമ്പ് വരെ എന്നെ ശരിക്കും നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം എന്നെ നോക്കാറില്ല. അത് കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എന്റെ ഒരു സ്വഭാവത്തിന് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറഞ്ഞാൽ അത് എന്റെ ഒരു സ്വഭാവമാണ്. അത് ഞാൻ പറയും. അത് ഞാൻ അറിയാതെ പറഞ്ഞു പോകണം. ഇതിൽ അമ്മൂമ്മേനെ പറയുന്ന അമ്മൂമ്മ കൊച്ചുമോളോടൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? അമ്മു എന്നെ എടി അവളെ ഇവളെന്നും പറഞ്ഞ അതൊന്നും എനിക്ക് പറയാൻ വയ്യ. അമ്മു എന്നെ എങ്കിൽ പിന്നെ എനിക്ക് ഓസിനെ ഇഷാനെയും ഹൻസിയെയും പറഞ്ഞൂടെ? അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മു മാത്രമേ എന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അമ്മ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഇതിൽ ഞാൻ ഈ വാട്സപ്പിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. അമ്മ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരമ്മൂമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എന്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊന്ന്. അത് കഴിഞ്ഞ് നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും. അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിന്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. എല്ലാരും കേൾക്കട്ടെ നിന്റെ പാട്ട്. ഇതൊക്കെയാണ് എനിക്കിപ്പോ ലാസ്റ്റ് അയച്ചത്. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. മറ്റത് എന്തെല്ലാം എടി വസന്തേ, എടി അതെ ഇതേ, പിന്നെ അതൊക്കെ എന്നിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയും. അങ്ങനെ മെസ്സേജുകൾ അയച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അങ്ങോട്ട് അയക്കുന്നുള്ള കാര്യങ്ങൾ അമ്മൂമ്മയ്ക്ക് ഡിലീറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. എനിക്കിതൊന്നും അറിഞ്ഞുകൂടാത്തോണ്ട് എനിക്ക് അവരയക്കുന്നതിന് അവരൊരു ഓഡിയോ അയച്ചത് വരെ അവരിങ്ങനെ ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അത് എടുത്തൊന്നും ചെയ്യാൻ അറിയത്തില്ല. അമ്മൂമ്മ അങ്ങോട്ട് അയക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് അയക്കുന്നത് ഇല്ല. അപ്പൊ അവരിതുപോലെ എന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. എന്നെ പറയാതെ അമ്മ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചാണ് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അമ്മനെ തെറി വിളിച്ചത്. ഞാൻ വിളിച്ചില്ലെന്ന് പറയുന്നില്ല. പക്ഷെ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ച് അവള് തെറി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തെറി പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ പറയില്ല. എന്നിട്ട് അവര് പറയുന്ന അമ്മൂമ്മ അപ്പൂപ്പനെ നോക്കാൻ സമ്മതിച്ചില്ലെന്നും അപ്പൂപ്പന്റെ മൂക്കുന്ന രക്തം വന്നു. ഇതൊക്കെ ഞാൻ ഇവിടെ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അത് അവരെ മൂക്കുന്ന രക്തം വന്നെന്നൊക്കെ വെറുതെ ചുമ്മാ പറഞ്ഞ. മൂക്കങ്ങനെ മുറിഞ്ഞ രക്തം വന്നെങ്കിലേ ഉള്ളൂ. അല്ലാതെ മൂക്കുന്നവർക്ക് വേറെ തരത്തിൽ ഒന്നും രക്തം വന്നില്ല. എന്നിട്ട് അമ്മൂമ്മ ഹോം നഴ്സിനെ വെളിയിൽ നിർത്തിയെന്നാ അങ്ങനെ എന്തൊക്കെ തെറിയും പറഞ്ഞു കൊണ്ടുപോയ ഹോം നഴ്സിനെ. കാരണം ഏത് ഹോം നഴ്സ് ഇവിടെ വന്നാലും ഹോം നഴ്സിനോട് ഏജൻസിയിലെ അവർ വിളിച്ച് പറയണത്, അവിടെ ഒരു മെന്റൽ പ്രോബ്ലം ഉള്ളൊരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീ പറയണ ഒരു കാര്യവും നിങ്ങൾ കേൾക്കരുത്. അവള് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ തിരിച്ചങ്ങ് പറഞ്ഞുകൊള്ളണം. കാരണം നിങ്ങൾക്ക് ശമ്പളം തരണം ഞാനാണ്, ആ സ്ത്രീ അല്ല തരണത്. അവള് പറഞ്ഞ ഒരു കാര്യവും നിങ്ങൾ കേൾക്കാൻ പാടില്ല. ഞാൻ ഇവിടെ ആർക്കൊരു ഫോൺ ചെയ്യോ ആ ഫോൺ അതേപടി ഇവർ റെക്കോർഡ് ചെയ്ത് എടുത്തിട്ട് ഇത്ര മണിക്ക് ഞാൻ ഇന്നാരെ വിളിച്ച്. ഞാൻ ആകെ വിളിക്കുന്നത് എന്റെ 2 നാത്തൂമാരുണ്ട്. അവരെ ചിലപ്പോൾ വിളിക്കും. അവരെ വിളിച്ചാലും അമ്മൂമ്മ പരാതി പറയാറുണ്ട്. അവരെ വിളിച്ച് ഞാൻ പറയും, എനിക്ക് ആരുമില്ല, എന്റെ ഭർത്താവ് പോയപ്പോ എനിക്ക് ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഒരു ഫോൺ കോൾ ചെയ്യാൻ ആരുമില്ല. സിന്ധു എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, എന്റെ ഇളയ മോള് സിമി എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്. സിമിക്ക് വേണ്ടിയാണ് എന്റെ ചെന്നൈയിലെ വീട് സഹിതം വിറ്റ് കൊടുത്ത് സിമിക്ക് വേണ്ടിയിട്ട്. അതും പോയി. എനിക്ക് അമ്മ എന്തുകൊണ്ടാണ് എന്നെ വളർത്തേണ്ടി വന്നത്? സിമി ഈ കുട്ടിയെ തന്നെ നോക്കാത്തതിന്റെ പേരിലാണ് ഞാൻ. അവര് പറയുന്നത്, അമ്മ പറയുന്നത് ചിന്നമ്മ എന്നാണല്ലോ എന്റെ അമ്മേനെ വിളിക്കുന്നത്. ലോക ഏറ്റവും ബെസ്റ്റ് സ്ത്രീ ആണെന്നും എന്റെ ഒരാൾ കല്യാണം കഴിച്ച എന്താ കുഴപ്പം എന്നാണ് പറയുന്നത്. കല്യാണം കഴിച്ച അല്ല കുഴപ്പം.
ഒരു കുഞ്ഞിനെ നോക്കിയില്ല എന്നുള്ളതാണ് കുഴപ്പം. അങ്ങനെയാണെങ്കിൽ ഈ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, പണ്ട് നിന്റെ അമ്മയും അമ്മുമായിട്ട് വഴക്ക് കൂടിയപ്പോ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ കല്യാണത്തിന് പോലും ആ 4 സിനിയെ ഞാൻ വിളിക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ ചിന്നമ്മ നല്ലവളാണ്. അങ്ങനെയൊക്കെ പറഞ്ഞാണ്. എന്തായാലും ആവട്ടെ. എന്നിട്ട് പറയാം അമ്മൂമ്മ അപ്പൂപ്പനായിട്ട് അടിയാവുന്നു, അമ്മൂമ്മ അപ്പൂപ്പനെ ഇത് ചെയ്തു, ഉപദ്രവിച്ചു വന്നു, അമ്മൂമ്മ എങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനെന്താണ് പറയാനുള്ളത്? ഞാനും എന്റെ ഭർത്താവും തമ്മിൽ അടികൂടിയ നാട്ടുകാർക്ക് എന്ത്? ഞങ്ങൾ ചിലപ്പോൾ അടികൂടും പിടികൂടും പലതും ചെയ്യാതെ ആരും തിരക്കേണ്ട ഒരു കാര്യമില്ല. ഞങ്ങൾ 10-58 വർഷം കൊണ്ട് ഒന്നിച്ച് ഞങ്ങൾ ജീവിച്ചു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൂപ്പനെ പണ്ടേ ഡിവോഴ്സ് ചെയ്താൽ പോലെ. അപ്പൊ അങ്ങനെ ഞാനും എന്റെ ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരൊക്കെ അങ്ങ് എന്നെ ഡൈവേഴ്സ് ചെയ്ത് കളഞ്ഞൂടെ? അത് ചെയ്യാതെ എന്നെ ഈ അവസാനം വരെ നോക്കി എനിക്ക് കിടക്കാൻ ഒരു വീടും എനിക്ക് ജീവിക്കാനുള്ളതും ഒക്കെ തന്നിട്ട് തന്നെ എന്റെ ഭർത്താവ് പോയത്. ഇവരെല്ലാരും നന്നായിട്ട് പറഞ്ഞല്ലേ, എന്തിനപ്പൂപ്പ ആ സ്ത്രീക്ക് ആ വീട് ആ സ്ത്രീയുടെ പേരിന് കൊടുത്തെന്തിനപ്പൂപ്പ, എന്തിനപ്പൂപ്പ ആ സ്ത്രീയുടെ പേരിന് പൈസ ഇട്ട് കൊടുത്തത്, അപ്പൂപ്പ എന്തിനു വേണ്ടി അത് ചെയ്തെന്നല്ല അവർ ചോദിച്ചല്ലോ. ഈ അമ്മ ചോദിച്ചല്ലോ. ഈ അഹാന അവിടെ നിന്ന് എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങിച്ച് ഇവിടെ നിൽക്കുന്ന അലൻ എന്ന് പറഞ്ഞൊരു ഹോം നഴ്സ് നിന്നിട്ടുണ്ട്, അവന്റെ കയ്യിൽ ഫ്രൂട്ട്സ് വാങ്ങിച്ച് കൊടുത്തിട്ട് അവന്റെ അടുത്ത് പറയും, അലൻ അവിടെ ചെന്ന് ആ അമ്മൂമ്മയോട് പറയണം, ഈ ഒരു ഫ്രൂട്ട്സ് പോലും അമ്മൂമ്മ എടുക്കാൻ പാടില്ല, ഇത് അപ്പൂപ്പന് വേണ്ടി മാത്രം വാങ്ങി തന്നതാണെന്ന് ഞാൻ പറഞ്ഞെന്ന് അലൻ പറയണം. അലൻ പറയാതിരിക്കരുത്. ആ പയ്യൻ അതേപോലെ ഇവിടെ വന്ന് എന്നോട് പറയുമായിരുന്നു. അഹാന ചേച്ചി പറഞ്ഞ് ഈ ഫ്രൂട്ട്സ് അതെല്ലാം ഒരു പേരയ്ക്ക, ഒരു ഓറഞ്ച്, ഒരു ആപ്പിൾ, എന്നാ അപ്പൂപ്പനും അങ്ങനെ ഇഷ്ടം പോലും ഇല്ല. അപ്പൊ എന്ത് കൊണ്ടുവന്നാലും ഞാൻ തിന്നാതെ എന്റെ ഭർത്താവ് തിന്നൂല. ചാറ്റ് മാത്രമേ വായിക്കുന്നുള്ളൂ, വേറെ ആരെയും കുറിച്ച് ഞാൻ വായിക്കുന്നില്ല. എന്നിട്ട് എന്റെ അമ്മേനെ ഇത്രയും പൊക്കി പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും പറയണ്ടേ? ഞാൻ സത്യാവസ്ഥ പറയണ്ടേ? അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. വീട് വൃത്തിയാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ മെയിൽ ഫുൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഈ വീട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അമ്മൂമ്മ തന്നെ, എനിക്ക് ഈ ആക്രിക്കടക്കാര് അങ്ങനെ ഒന്നും ശരിക്കും ഈ നാട്ടിലത്തെ ഈ കാര്യങ്ങൾ ഈ കഴിഞ്ഞ 6 ദിവസം ഞാൻ ക്യാൻറ്റീൻ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. അമ്മൂമ്മയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ബാലകൃഷ്ണൻ അങ്കിൾ എന്ന് പറഞ്ഞാൽ, ആ പുള്ളി വഴി ആൾക്കാരെ കൊണ്ടുവന്ന് മെയിൽ മൊത്തം ക്ലീൻ ആക്കിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് പോലും ഇല്ല, അമ്മൂമ്മയായിട്ട് ചെയ്യിപ്പിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞ് ഇവിടെ കിച്ചണിൽ അലുമിനിയം സ്റ്റീലും ഒക്കെ ഉണ്ട്, അതൊക്കെ കൊണ്ടുപോയി നമുക്ക് എവിടെയോ പാളയത്ത് എവിടെയോ കടയിൽ കൊടുക്കാൻ പറ്റും. ഇതൊന്നും എനിക്ക് അറിയുന്ന കാര്യമല്ല. ഇതെല്ലാം ചെയ്യാമെന്ന് അമ്മൂമ്മ എന്നോട് പറയും. അപ്പൊ പതുക്കെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് പറയാം. കറണ്ട് ബില്ല് അടയ്ക്കാറുണ്ട്, വെള്ളം ബില്ല് അടയ്ക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ മേലിലാണ് കൊച്ചിനെ വെച്ച്, ഈ റൂമിലാണ് നമ്മൾ 4 പേരും കിടക്കുന്നത്, വെച്ച് വലിയ കട്ടിലായുണ്ട്. അപ്പൊ ഇതാ ഒരു ഫ്രിഡ്ജ് വരെ നമ്മൾ ഇന്ന് മേടിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ. സമയമില്ല. നിങ്ങളുടെ എല്ലാ കമന്റും എനിക്ക് റിപ്ലൈ തരാനുള്ള സമയമല്ല, സാഹചര്യം ഇല്ലായിരുന്നു. പിന്നെ ഇടയ്ക്ക് കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ഇടയ്ക്കാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോ ഇങ്ങനെ ഇത്രയും നിങ്ങൾ അവരെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞു ആദ്യം, അത് പറയാതിരിക്കാൻ വേണ്ടി ഞാൻ കമന്റ് ഇട്ടു. അപ്പൊ അതിന്റെ താഴെ മൊത്തം എനിക്ക് സമയമില്ലായിരുന്നു ഡിലീറ്റ് ചെയ്യാനും, കാരണം എനിക്ക് അവരെ കുറിച്ച് നെഗറ്റീവ് ഇടുന്നത് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഞാൻ എത്രയെന്ന് പറഞ്ഞ് ഡിലീറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ കമന്റ് സെക്ഷൻ ഓഫ് ചെയ്തിട്ടെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് പറ്റുമ്പോഴത്തേക്കും എനിക്ക് ഒന്നെങ്കിൽ റിപ്ലൈ കൊടുക്കുക, അല്ലെങ്കിൽ ആ കമന്റ് ഡിലീറ്റ് ചെയ്യുക. അവരെ കുറിച്ച് കുറ്റം പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഈ ഫെയിം എന്ന് പറയുന്ന സാധനം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാനഡ വിട്ട് വന്നപ്പോഴത്തേക്ക് എന്റെ പെട്ടി പോയി, എന്റെ കാർ സീറ്റ് പോയി. എന്നിട്ട് ഞാൻ എയർപോർട്ടിൽ ഇന്ന ദിവസമാണ് വരാന്ന് പറഞ്ഞിട്ട് ഇവരാരും നമ്മളെ പിക്ക് ചെയ്യാൻ വന്നില്ല. ഓസി മാത്രമാണ് വന്നത്. അവരെല്ലാരും പറഞ്ഞത് എനിക്കൊന്നും അവളെ ഒന്നും പിക്ക് ചെയ്യാൻ പറ്റത്തില്ല, അവളെ വേണമെങ്കിൽ നീ വേണമെങ്കിൽ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ പോയി പിക്ക് ചെയ്യും. ഞാൻ ഓസിയാണ് പണ്ട് തൊട്ടേ കൂട്ട്. അപ്പോൾ ഓസി മാത്രമാണ് എന്നോട് ശരിക്കുള്ള സ്നേഹം. കാരണം ഞാൻ ഓസി ഒരേ പ്രായമാണ്. അപ്പോൾ ഞാൻ ഇത്രയും സ്പീഡിന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ലിയാൻ ഇപ്പൊ കയറി വരും. അവൻ കയറി വന്നാൽ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ജോജി അവനെ കൊണ്ട് ജസ്റ്റ് താഴേക്ക് പോയി വെളിക്ക് കളിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്പീഡിന് പറയുന്നത്. സോ ബേസിക്കലി ഓസിയും നിങ്ങൾ എടുത്തതും വേറെ കാര്യങ്ങളാണ്. എന്നിട്ട് ഞാൻ ഒരു കമന്റ് എടുത്തിട്ടായിരുന്നു ഇങ്ങനെ, അമ്മൂമ്മയ്ക്ക് വേണ്ടി അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മൂമ്മയ്ക്ക് ആരും ഇല്ല എന്ന് പറഞ്ഞാണ് പറഞ്ഞത്. അപ്പൂപ്പന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൂപ്പൻ എന്നെ വിളിക്കുന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൂപ്പന്റെ എല്ലാ കാര്യങ്ങളും സിന്ധോമയും അമ്മവും നോക്കിയിട്ടുണ്ട്. ഞാൻ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അമ്മൂമ്മയുടെ കാര്യങ്ങൾ അവർ കുറെ നോക്കിയായിരുന്നു. പിന്നെ ഇവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞു. അതും ഞാനുമായിട്ട് എന്ത് ബന്ധമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്റെ കാര്യം നോക്കി ക്യാൻറ്റീൻ നിന്ന് എന്നെ അമ്മൂമ്മ വിളിച്ച് കാര്യം പറ്റി എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? എനിക്ക് സത്യം പറഞ്ഞാല് എനിക്ക് ഓടിച്ചാടി ഇപ്പൊ വരാൻ താല്പര്യം. എനിക്ക് ഞാൻ പറഞ്ഞു ജൂലൈ ഒക്കെ കഴിഞ്ഞിട്ട്, ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ 3 മാസം നിൽക്കാനായിരുന്നു. ഞാൻ വന്നിട്ട് എന്തെങ്കിലും സെറ്റ് ചെയ്യാം എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഈ അപ്പൂപ്പൻ മരിച്ചത്. അപ്പൂപ്പൻ മരിച്ചതിന് ശേഷമാണ് ഞാൻ എന്റെ മനസ്സിൽ ഈ അമ്മൂമ്മയുടെ കാര്യം എന്തെങ്കിലും ഒന്ന് തീരുമാനമാണ്. അമ്മൂമ്മ ഇനിയിപ്പോ എന്നെ ഒരു കത്തി എടുത്ത് കുത്തിയാലും എനിക്ക് അമ്മൂമ്മനെ കളഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല. കാരണം അവരെന്നെ അത്രയ്ക്കും നോക്കിയതാ. അഹാനയായിട്ടുള്ള ഒരു ക്ലോസ്നെസ് അമ്മൂമ്മയ്ക്കില്ല. അമ്മൂമ്മയ്ക്ക് എന്നെ വളർത്തിയുണ്ട്, അമ്മൂമ്മയ്ക്ക് ആ ഒരു ക്ലോസ്നെസ് ഉണ്ട്. അതേപോലെ എനിക്ക് എന്റെ അമ്മ ഇല്ലാത്തതുകൊണ്ട് അമ്മൂമ്മയാണ് എനിക്ക് ആ ക്ലോസ്നെസ് ഉള്ളത്. അപ്പം ഇവര് തമ്മിൽ ഭയങ്കര അടിയായിട്ട് ഈ അമ്മു ഇത്രയും പറഞ്ഞില്ല, അമ്മൂമ്മ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് എന്നെ ആ ഗ്രൂപ്പിന് അവർ പറഞ്ഞ ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിൽ എന്നെ റിമൂവ് ചെയ്ത്. ആ ഗ്രൂപ്പിലുള്ള എന്റെ കൊച്ചാണ് സത്യം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അമ്മു ആ ഗ്രൂപ്പിൽ ഇട്ടതാ. ഇനി അവരെന്തെങ്കിലും സ്ക്രീൻഷോട്ട് ഇടുകയാണെങ്കിൽ ഞാനും ഈ കാര്യം ഇടുമായിരിക്കും. പക്ഷെ എനിക്ക് ഇതിനൊന്നും താല്പര്യമില്ല. ഞാൻ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് അങ്ങ് പറഞ്ഞങ്ങ് തീർക്കുക. ഞാൻ പറയാം അവരെന്താണ് ആ ഗ്രൂപ്പിൽ അമ്മൂമ്മേനെ വിളിക്കുന്നതെന്ന്. എന്റെ അമ്മ എന്റെ അമ്മ പറഞ്ഞ്
Mom is not even once telling I should have let dad downstairs washroom. അതെന്താന്ന് വെച്ചാല് എന്റെ അമ്മ പറയുക അപ്പൂപ്പൻ മേലത്തെ ബാത്റൂം ഇവരെല്ലാരും പറഞ്ഞ മേലത്തെ ബാത്റൂമിൽ അപ്പൂപ്പൻ പോയി യൂസ് ചെയ്തുകൊണ്ടാണ് അപ്പൂപ്പൻ മരിച്ചുപോയത്. ഇതെല്ലാം കാരണക്കാരി എന്റെ അമ്മൂമ്മയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്റെ അപ്പൂപ്പന് മേലത്തെ ബാത്റൂമിൽ ഞാൻ ഇവിടെ ഉള്ള സമയത്ത് അപ്പൂപ്പൻ മേലത്തെ ബാത്റൂമിൽ യൂസ് ചെയ്യില്ല, വാഷിംഗ് മെഷീൻ ബാത്റൂം. അവരെന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അപ്പൂപ്പൻ ആദ്യം രാവിലെ അമ്മ ഒരു ബക്കറ്റിൽ താഴെ തുണിയിട്ട് വെക്കാം, അമ്മക്ക് സ്റ്റെപ്പ് കയറാൻ വയ്യ. പണ്ട് തൊട്ടേ അങ്ങനെയാണ്, അമ്മ അങ്ങനെ സ്റ്റെപ്പ് കയറത്തില്ല, അത്യാവശ്യം ഇല്ലെങ്കിൽ കയറത്തില്ല. അപ്പം ആ ബക്കറ്റ് തുണി അപ്പൊ അപ്പൂപ്പൻ വെച്ചാൽ ആ തുണി കൊണ്ടുവന്ന് ആ മേലത്തെ ബാത്റൂമിൽ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് അപ്പൂപ്പ അവിടെ രാവിലെ കക്കൂസൊക്കെ യൂസ് ചെയ്തിട്ട് പല്ലൊക്കെ തേച്ചിട്ടാണ് ഇറങ്ങി പോകുന്നത്. അപ്പൊ ഇതായിരുന്നു അപ്പൂപ്പൻ ചെയ്തു. അപ്പൂപ്പന്റെ സ്ഥിരം ശീലം ഇതായിരുന്നു. പിന്നെ ഹോംലെസ് വന്നതിന് ശേഷം അപ്പൂപ്പൻ ആ ശീലം പിന്നും കണ്ടിന്യൂ ചെയ്യണം. ആയവരോട്ട് നമുക്ക് അടി ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പൂപ്പൻ അങ്ങനെ കയറി വന്നോണ്ടിരുന്നത്. അങ്ങനെ കയറി വന്ന ഒരു ദിവസമാണ് അപ്പൂപ്പൻ ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് പോലെ വന്ന് അപ്പൂപ്പൻ മരിച്ചു പോയത്. എനിക്കന്ന് വരാൻ പോലും പറ്റിയില്ല. അപ്പൊ ഞാന് ഈ ധൃതിപ്പെട്ട് ശരിക്കും പറഞ്ഞാല് ഞാൻ പ്രതീക്ഷേനേക്കാളും എനിക്ക് ഈ ഡെലിവറി സമയത്ത് എനിക്ക് പണി കിട്ടിയായിരുന്നു. കാരണം മോള് ഞാൻ പ്രതീക്ഷ പോലെ എപ്പിഡ്യൂറൽ എടുക്കാൻ പറ്റിയില്ല, ഇവിടെ പെട്ടെന്ന് ജനിച്ചു. ഇപ്പൊ എനിക്ക് ബാക്ക് പെയിൻ എന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി 1ാം തീയതി ആയുർവേദ ട്രീറ്റ്മെന്റ് പോകാൻ വേണ്ടി നിൽക്കും. ഞാൻ അതൊന്നും നിന്ന ഒരാളല്ല, പിന്നെ പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളും എനിക്ക് ഈ ഡെലിവറി കഴിഞ്ഞ് എനിക്ക് ഒരു ദിവസം ഇരിക്കാൻ പറ്റിയിട്ടില്ല. ഒരു മിനിറ്റ് ഗൈസ്, കൊച്ചുറങ്ങുമ്പോൾ ഞാൻ അവളൊന്ന് കിടത്തിയിട്ട് വരാം. പിന്നെ ഞാൻ ജെറ്റ് ലാഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്ക് ഇപ്പോഴും ജെറ്റ് ലാഗ് ഉണ്ട്. കാരണം നമുക്ക് അത്രയ്ക്കും ടൈം ഡിഫറൻസ് ഉള്ളത്. ഓൾമോസ്റ്റ് 12 hours ടൈം ഡിഫറൻസ് ഉണ്ട്. നമുക്ക് അത്രയും ടൈം ഡിഫറൻസ് ഉണ്ട്, മോക്കും ആ ടൈം ഡിഫറൻസ് ഉണ്ട്. അവർക്കും അത് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ കുഞ്ഞ് രാത്രി സമയത്ത് ഉണർന്നിരിക്കുക, രാവിലെ സമയത്ത് ഉറങ്ങുക, ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ജെറ്റ് ലാഗും കാണും. കാരണം കുഞ്ഞിന്റെ ഉറക്കം പോലെയാണ് എന്റെ ഉറക്കം. 3 മണിക്കൂറാകുമ്പോൾ കുഞ്ഞ് എണീച്ചിട്ട് അവൾക്ക് കളിക്കണം, ചിരിക്കണം, അങ്ങനെയൊക്കെയാണ്. അപ്പൊ അവൾ ലിയാൻ വെളുപ്പിനെ 3 മണിക്ക് എണീച്ചിട്ട് എനിക്ക് വിശക്കണമെന്ന്, സ്കൂളിൽ പോകാൻ സമയമായോ. അപ്പൊ കൊച്ചിറങ്ങി വരുമ്പോൾ ലിയാൻ എണീക്കുക. അതേപോലെ എനിക്ക് ഉറക്കമില്ലായിരുന്നു. ഞാൻ ഇപ്പോഴാണ് ഇച്ചിരി ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് പോയി ചോദിച്ചിട്ട് ചേച്ചിയുടെ വീട്ടിൽ നിന്നായിരുന്നു. കാരണം എന്നെ കൊണ്ട് ഒട്ടും പറ്റുന്നില്ലാന്ന്. ഞാൻ അവിടെ നിന്നപ്പോഴാണ് അവിടെ എനിക്കിങ്ങനെ ഉറങ്ങാൻ പറ്റുള്ളൂ. അത് രാവിലെ സമയത്ത് ലിയാനുള്ളപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റുമോ വീട്ടില്? അവനെ സമ്മതിക്കും എന്നെ ഉറങ്ങാൻ. അങ്ങനെയാണ് ഞാൻ കമന്റ് ഇട്ടത്. അപ്പൊ എല്ലാവരും കിടന്ന് സിന്ധുമ്മയുടെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അവരിങ്ങനെ കുറ്റം പറയുന്നു. ഞാൻ ഇന്റൻഷനലി അവരെ ടാർഗറ്റ് ചെയ്ത പോലും അല്ല. ഞാൻ നോക്കുമ്പോൾ അവരങ്ങ് പറഞ്ഞു എന്നിട്ട് അവരെ ആക്ഷേപിച്ച അവര് തന്നെ ഈ അഹാന വീഡിയോ ഇട്ടതിന് ശേഷം അവരെ മറ്റേ അഹാന അവരൊക്കെ കുറ്റം പറഞ്ഞവരാ അവര് തന്നെ. കാരണം ഞാൻ അതേ കമന്റിലുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, ഇത്രയും നല്ല അഹാന എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അമ്മൂമ്മ ഭയങ്കര ഇതാണെന്നോ അതാണ്. അമ്മൂമ്മേനെ കുറിച്ച് കൊച്ചുമോള് പറയുന്നതാ അഹാന. ഈ ചാറ്റൊക്കെ എന്റെ അവരെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ ഇതെല്ലാം ഞാൻ എന്തോ ഭാഗ്യത്തിന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. ബിക്കോസ് ഞാൻ ഈ ചാറ്റൊക്കെ കാണുമ്പോൾ ഞാൻ അമ്മൂമ്മയോട് പറയാം, അമ്മൂമ്മയെ കുറിച്ച് മോശമായിട്ട് പറയുന്നു, അതുകൊണ്ട് അമ്മൂമ്മ ഇങ്ങനെ ചെയ്യാതെ അങ്ങനെ ചെയ്യാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമ്മൂമ്മയുടെ ഞാൻ ഒന്നും പറയാതെ ഇരുന്നിട്ടില്ല. All that bitch needs is money. I wonder what she's doing with the 30 lakhs. അപ്പൊ ഇങ്ങനെയൊക്കെ അയക്കുമ്പോൾ ഞാൻ അമ്മൂമ്മയോട് പറയാം. അപ്പൊ അമ്മ പറഞ്ഞു, നീ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങണ്ട, അവരെന്താ പറയണേ നീ കേട്ട് നോക്കിയിട്ട് നീ എന്നോട് പറ. അങ്ങനെയാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ അമ്മൂമ്മ വരെ ഉണ്ടായിരുന്നു. അമ്മൂമ്മ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയായിട്ട് മീൻസ് എന്നോട് അഹാന അയച്ചൊരു മെസ്സേജാ, തൻവി, യുവർ ഡിയർ ഗ്രാൻഡ് മദർ ഇസ് ദ ബിഗസ്റ്റ് ബിച്ച് ഓൺ എർത്ത്. എനിക്ക് എന്റെ കൊച്ചാണ് സത്യം. അഹാന അയച്ചേക്കുന്ന മെസ്സേജാ, ഇഫ് യു ഓൾ വിഷ് ടു സീ ഡാഡ് ലൈഫ് ഫോർ സം മോർ ടൈം പ്ലീസ് ആസ്ക് ഹർ ടു അഡ്ജസ്റ്റ്. ഇങ്ങനെയൊക്കെയാണ് അയക്കുന്നത്. എന്നിട്ട് അവര് മാത്രമല്ല, അഹാനാണ് എന്നെ കുറിച്ച് ഇട്ടേക്കുന്നത്. ഞാൻ അതിനെ കുറിച്ചുള്ള ചാറ്റ് മാത്രമേ വായിക്കുന്നുള്ളൂ, വേറെ ആരെയും കുറിച്ച് ഞാൻ വായിക്കുന്നില്ല. എന്നിട്ട് എന്റെ അമ്മേനെ ഇത്രയും പൊക്കി പറഞ്ഞിട്ട് ഞാൻ അഹാന അയച്ചേക്കുന്ന മെസ്സേജാ, ഇഫ് യു ഓൾ വിഷ് ടു സീ ഡാഡ് ലൈഫ് ഫോർ സം മോർ ടൈം പ്ലീസ് ആസ്ക് ഹർ ടു അഡ്ജസ്റ്റ്. ഇങ്ങനെയൊക്കെയാണ് അയക്കുന്നത്. എന്നിട്ട് അവര് മാത്രമല്ല, അഹാനാണ് എന്നെ കുറിച്ച് ഇട്ടേക്കുന്നത്. ഞാൻ അതിനെ കുറിച്ചുള്ള ചാറ്റ് മാത്രമേ വായിക്കുന്നുള്ളൂ, വേറെ ആരെയും കുറിച്ച് ഞാൻ വായിക്കുന്നില്ല. എന്നിട്ട് എന്റെ അമ്മേനെ ഇത്രയും പൊക്കി പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും പറയണ്ടേ? ഞാൻ സത്യാവസ്ഥ പറയണ്ടേ? അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. വീട് വൃത്തിയാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ മെയിൽ ഫുൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഈ വീട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അമ്മൂമ്മ തന്നെ, എനിക്ക് ഈ ആക്രിക്കടക്കാര് അങ്ങനെ ഒന്നും ശരിക്കും ഈ നാട്ടിലത്തെ ഈ കാര്യങ്ങൾ ഈ കഴിഞ്ഞ 6 ദിവസം ഞാൻ ക്യാൻറ്റീൻ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. അമ്മൂമ്മ വിളിച്ചു വരുത്തിയത് എന്തിനാണ് എന്ന് പറ. കാനഡയിൽ നിന്ന് ആ കൊച്ചിനെ ഞാൻ വിളിച്ചു വരുത്തിയത് സത്യത്തിൽ എന്നെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചു വരുത്തിയത്. ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് ആ കൊച്ചു വന്നത്. അതിന്റെ അപ്പൂപ്പ മരിക്കുന്നതിന് മുമ്പേ അതിന്റെ അപ്പൂപ്പനെ പറഞ്ഞു, മക്കളെ നീ ഇഞ്ഞു വാ, ഞങ്ങളെ രണ്ടുപേരെയും നോക്കണം, നീ ഇഞ്ഞു വാ. പക്ഷെ അപ്പൂപ്പന്റെ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ടായിരുന്നല്ലോ. എന്റെ ഭർത്താവിന്റെ കാര്യങ്ങൾ സിന്ധു നോക്കുമായിരുന്നു. പക്ഷെ എന്റെ ഒരു കാര്യം അവള് നോക്കാറില്ല. അമ്മൂമ്മേനെ കുറെ വർഷങ്ങൾ നോക്കി. എന്നെ വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയിട്ടുണ്ട്. വർഷങ്ങൾക്കെന്ന് വെച്ചാല് ഒരു 3 കൊല്ലത്തിന് മുമ്പ് വരെ എന്നെ ശരിക്കും നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം എന്നെ നോക്കാറില്ല. അത് കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എന്റെ ഒരു സ്വഭാവത്തിന് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയാം. അത് എന്റെ ഒരു സ്വഭാവമാണ്. അത് ഞാൻ പറയും. അത് ഞാൻ അറിയാതെ പറഞ്ഞു പോകണം. ഇതിൽ അമ്മൂമ്മേനെ പറയുന്ന അമ്മൂമ്മ കൊച്ചുമോളോടൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്?
അമ്മു എന്നെ എടി അവളെ ഇവളെ എന്ന് പറഞ്ഞ അതൊന്നും എനിക്ക് പറയാൻ വയ്യ. അമ്മു എന്നെ എങ്കിൽ പിന്നെ എനിക്ക് ഓസിനെ ഇഷാനെയും ഹൻസികനെയും പറഞ്ഞൂടെ? അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മു മാത്രമേ എന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അമ്മ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഇതിൽ ഞാൻ ഈ വാട്സപ്പ് ഒന്ന് ഞാൻ വായിച്ചു വെപ്പിച്ചുതരാം. അമ്മ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരമ്മുമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊന്ന്. അത് കഴിഞ്ഞ് നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും. അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിന്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. എല്ലാരും കേൾക്കട്ടെ നിന്റെ പാട്ട്. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ലാസ്റ്റ് അയച്ചത്. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. മറ്റത് എന്തെല്ലാം എടി വസന്തേ, എടി അതെ ഇതേ, പിന്നെ എന്താ അതൊക്കെ. എന്നിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയും. ഇതുണ്ടോ നിങ്ങൾ? അങ്ങനെ മെസ്സേജുകൾ അയച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അങ്ങോട്ട് അയക്കുന്നുള്ള കാര്യങ്ങൾ അമ്മൂമ്മയ്ക്ക് ഡിലീറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. എനിക്കിതൊന്നും അറിഞ്ഞുകൂടാത്തോണ്ട് എനിക്ക് അവരയക്കണേന് അവര് കണ്ട അവരൊരു ഓഡിയോ അയച്ചത് വരെ അവരിങ്ങനെ ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അത് എടുത്തൊന്നും ചെയ്യാൻ അറിയത്തില്ല. അമ്മൂമ്മ അങ്ങോട്ട് അയക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് അയക്കുന്നത് ഇല്ല. അപ്പൊ അവരിതുപോലെ എന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു പറഞ്ഞിട്ട് വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അമ്മൂനെ തെറി വിളിച്ചത്. ഞാൻ വിളിച്ചില്ലെന്ന് പറയുന്നില്ല, പക്ഷെ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ച് അവള് തെറി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തെറി പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ പറയില്ല. എന്നിട്ട് അവര് പറയുന്ന അമ്മൂമ്മ അപ്പൂപ്പനെ നോക്കാൻ സമ്മതിച്ചില്ലെന്നും അപ്പൂപ്പന്റെ മൂക്കുന്ന രക്തം വന്നു. ഇതൊക്കെ ഞാൻ ഇവിടെ ഇല്ലാന്ന് എനിക്കറിയത്തില്ല. അത് അവരെ മൂക്കുന്ന രക്തം വന്നതൊക്കെ വെറുതെ ചുമ്മാ പറഞ്ഞ. മൂക്കങ്ങനെ മുറിഞ്ഞ രക്തം വന്നെങ്കിലേ ഉള്ളൂ, അല്ലാതെ മൂക്കുന്നവർക്ക് വേറെ തരത്തിൽ ഒന്നും രക്തം വന്നില്ല. എന്നിട്ട് അമ്മൂമ്മ ഹോം നഴ്സിനെ വെളിയിൽ നിർത്തിയെന്നാ അങ്ങനെ എന്തൊക്കെ പറയുന്നത്. തെറിയും പറഞ്ഞുകൊണ്ട് പോയ ഹോം നഴ്സിനെ. കാരണം ഏത് ഹോം നഴ്സ് ഇവിടെ വന്നാലും ഹോം നഴ്സിനോട് ഏജൻസിയിലെ അവർ വിളിച്ച് പറയണത്, അവിടെ ഒരു മെന്റൽ പ്രോബ്ലം ഉള്ളൊരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീ പറയണ ഒരു കാര്യവും നിങ്ങൾ കേൾക്കരുത്. അവള് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ തിരിച്ചങ്ങ് പറഞ്ഞുകൊള്ളണം. കാരണം നിങ്ങൾക്ക് ശമ്പളം തരണം ഞാനാണ്, ആ സ്ത്രീ അല്ല തരണത്. അവള് പറഞ്ഞ ഒരു കാര്യവും നിങ്ങൾ കേൾക്കാൻ പാടില്ല. ഞാൻ ഇവിടെ ആർക്കൊരു ഫോൺ ചെയ്യോ ആ ഫോൺ അതേപടി ഇവർ റെക്കോർഡ് ചെയ്ത് എടുത്തിട്ട് ഇത്ര മണിക്ക് ഞാൻ ഇന്നാരെ വിളിച്ച്. ഞാൻ ആകെ വിളിക്കുന്നത് എൻ്റെ 2 നാത്തൂമാരുണ്ട്, അവരെ ചിലപ്പോൾ വിളിക്കും. അവരെ വിളിച്ചാലും അമ്മൂമ്മ പരാതി പറയാറുണ്ട്. അവരെ വിളിച്ച് ഞാൻ പറയും, എനിക്ക് ആരുമില്ല, എൻ്റെ ഭർത്താവ് പോയപ്പോൾ എനിക്ക് ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഒരു ഫോൺ കോൾ ചെയ്യാൻ ആരുമില്ല. സിന്ധു എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, എൻ്റെ ഇളയ മോള് സിമി എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്. സിമിക്ക് വേണ്ടിയാണ് എൻ്റെ ചെന്നൈയിലെ വീട് സഹിതം വിറ്റ് കൊടുത്ത്, സിമിക്ക് വേണ്ടിയിട്ട്. അതും പോയി. എനിക്ക് അമ്മൂമ്മ എന്തുകൊണ്ടാണ് എന്നെ വളർത്തേണ്ടി വന്നത്? സിമി ഈ കുട്ടിയെ തന്നെ നോക്കാത്തതിന്റെ പേരിലാണ് ഞാൻ. അവര് പറയുന്നത്, അമ്മ പറയുന്നത് ചിന്നമ്മ എന്നാണല്ലോ എന്റെ അമ്മേനെ വിളിക്കുന്നത്. ലോക ഏറ്റവും ബെസ്റ്റ് സ്ത്രീ ആണെന്നും എന്റെ ഒരാൾ കല്യാണം കഴിച്ച എന്താ കുഴപ്പം എന്നാണ് പറയുന്നത്. കല്യാണം കഴിച്ച അല്ല കുഴപ്പം, ഒരു കുഞ്ഞിനെ നോക്കിയില്ല എന്നുള്ളതാണ് കുഴപ്പം. അങ്ങനെയാണെങ്കിൽ ഈ അമ്മു പറഞ്ഞിട്ടുണ്ടല്ലോ, പണ്ട് നിന്റെ അമ്മയും അമ്മുമായിട്ട് വഴക്ക് കൂടിയപ്പോ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ കല്യാണത്തിന് പോലും ആ നോറി സിമിയെ ഞാൻ വിളിക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ ചിന്നമ്മ നല്ലവളാ. അങ്ങനെയൊക്കെ പറഞ്ഞാണ്. എന്തായാലും ആവട്ടെ. എന്നിട്ട് പറയും അമ്മൂമ്മ അപ്പൂപ്പനുമായിട്ട് അടിയാവുന്നു, അമ്മൂമ്മ അപ്പൂപ്പനെ ഇത് ചെയ്തു, ഉപദ്രവിച്ചു വന്നു, അമ്മൂമ്മ എങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനെന്താണ് പറയാനുള്ളത്? ഞാനും എന്റെ ഭർത്താവും തമ്മിൽ അടികൂടിയ നാട്ടുകാർക്ക് എന്ത്? ഞങ്ങൾ ചിലപ്പോൾ അടികൂടും പിടികൂടും പലതും ചെയ്യാതെ ആരും തിരക്കേണ്ട ഒരു കാര്യമില്ല. ഞങ്ങൾ 10-58 വർഷം കൊണ്ട് ഒന്നിച്ച് ഞങ്ങൾ ജീവിച്ചു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൂപ്പനെ പണ്ടേ ഡിവോഴ്സ് ചെയ്താൽ പോലെ. അപ്പൊ അങ്ങനെ ഞാനും എന്റെ ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരൊക്കെ അങ്ങ് എന്നെ ഡൈവേഴ്സ് ചെയ്ത് കളഞ്ഞൂടെ? അത് ചെയ്യാതെ എന്നെ ഈ അവസാനം വരെ നോക്കി എനിക്ക് കിടക്കാൻ ഒരു വീടും എനിക്ക് ജീവിക്കാനുള്ളതും ഒക്കെ തന്നിട്ട് തന്നെ എന്റെ ഭർത്താവ് പോയത്. ഇവരെല്ലാരും നന്നായിട്ട് പറഞ്ഞല്ലേ, എന്തിനപ്പൂപ്പ ആ സ്ത്രീക്ക് ആ വീട് ആ സ്ത്രീയുടെ പേരിന് കൊടുത്തെന്തിനപ്പൂപ്പ, എന്തിനപ്പൂപ്പ ആ സ്ത്രീയുടെ പേരിന് പൈസ ഇട്ട് കൊടുത്തത്, അപ്പൂപ്പ എന്തിനു വേണ്ടി അത് ചെയ്തെന്നല്ല അവർ ചോദിച്ചല്ലോ. ഈ അമ്മ ചോദിച്ചല്ലോ. ഈ അഹാന അവിടെ നിന്ന് എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങിച്ച് ഇവിടെ നിൽക്കുന്ന അലൻ എന്ന് പറഞ്ഞൊരു ഹോം നഴ്സ് നിന്നിട്ടുണ്ട്. അവന്റെ ഫ്രൂട്ട്സ് വാങ്ങിച്ച് കൊടുത്തിട്ട് അവന്റെ അടുത്ത് പറയും, അലൻ അവിടെ ചെന്ന് ആ അമ്മൂമ്മയോട് പറയണം, ഈ ഒരു ഫ്രൂട്ട്സ് പോലും അമ്മൂമ്മ എടുക്കാൻ പാടില്ല, ഇത് അപ്പൂപ്പന് വേണ്ടി മാത്രം വാങ്ങി തന്നതാണെന്ന് ഞാൻ പറഞ്ഞെന്ന് അലൻ പറയണം. അലൻ പറയാതിരിക്കരുത്. ആ പയ്യൻ അതേപോലെ ഇവിടെ വന്ന് എന്നോട് പറയുമായിരുന്നു. അഹാന ചേച്ചി പറഞ്ഞ് ഈ ഫ്രൂട്ട്സ് അതെല്ലാം ഒരു പേരയ്ക്ക, ഒരു ഓറഞ്ച്, ഒരു ആപ്പിൾ, എന്നാ അപ്പൂപ്പന് അങ്ങനെ ഇഷ്ടം പോലും ഇല്ല. അപ്പൊ എന്ത് കൊണ്ടുവന്നാലും ഞാൻ തിന്നാതെ എന്റെ ഭർത്താവ് തിന്നൂല.